എല്ലാവർക്കും അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു അടിപൊളി കക്ക ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 കിലോ കക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്യണം. ആദ്യം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുക. നല്ല മുരിയേണ്ട ആവശ്യമില്ല. നല്ല മുരിഞ്ഞാൽ നല്ല ഹാർഡായി പോകും. ഒന്ന് വെന്താൽ തന്നെ ഇതിൽ നിന്ന് കോരിയെടുക്കുക. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് 4 സവാള അരിഞ്ഞതിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതിട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ കണക്കൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി തക്കാളി നന്നായി വെന്തുടയണം. ഇനി ഇതിലേക്ക് തൈരാണ് ഒഴിക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൽ മുളകും പൊടി ചേർക്കുന്നില്ല. അതിന് പകരം കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് മസാല ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പൊരിച്ച് വെച്ച കക്ക ഇട്ട് കൊടുക്കുക. ഇനി കക്കയും മസാലയൊക്കെ ഇടുന്ന ഒന്ന് മിക്സ് ആവണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോൾ കക്കയുടെ ഫ്ലേവറൊക്കെ മസാലയൊക്കെ ഇറങ്ങി ചെല്ലും. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട റൈസ് റെഡിയാക്കാം. റൈസ് റെഡിയാക്കാനായിട്ട് ഇതേപോലെ കുക്കറിലാണ് വെക്കുന്നത്. നെയ്ച്ചോറ് പോലെ വെച്ചിട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് വേണ്ട പട്ട, കരയാമ്പൂ, ഏലക്കായ, തക്കോലം ഒക്കെ ഇട്ട് കൊടുക്കുക. 5 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ 5 കപ്പ് അരിക്കുള്ള വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 10 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരി ഇട്ടിട്ട് 2 വിസിൽ വരുന്ന വരെ കുക്കർ ഫ്ലെയിം ഓൺ ചെയ്യുക. ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയാണ്. അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ് വെള്ളത്തിൽ. അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ലെയർ ചെയ്ത് വെക്കുക. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ലെയർ ചെയ്യുന്ന പോലെ മസാലയും റൈസും ഒക്കെ ഇട്ട് ലെയർ ചെയ്ത് കൊടുക്കുക.
ഇടയ്ക്ക് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും നെയ്യും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത സവാളയും കുറച്ച് മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ദമ്മിനായിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റുള്ള കക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് മടുത്താൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക.